പിടിച്ച BJP ആനന്ദ നൃത്തമാടുന്നു. കെജ്രിവാളും ലഫ്റ്റനന്റ് ഗവർണറും തമ്മിലുള്ള വാക്പോരിൽ തുടങ്ങി മദ്യനയ അഴിമതി ആരോപണവും മാലിന്യ പ്രശ്നവും യമുന ശുചീകരണവും എല്ലാം ചേർന്ന് ആം ആദ്മി പാർട്ടി അധികാരത്തിന് പുറത്തായി. ആപ്പും BJPയും തമ്മിൽ 2% മാത്രം വോട്ട് വ്യത്യാസമാണ് ഉള്ളതെങ്കിലും കോൺഗ്രസും മജ്ലിസെ പാർട്ടിയും BSPയും എല്ലാം പിടിച്ച വോട്ടുകൾ കെജ്രിവാളിനെ തോൽപ്പിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നിറം മങ്ങിയ പ്രകടനത്തിന് ശേഷം BJPക്ക് ഇത് തുടർച്ചയായ മൂന്നാമത്തെ വിജയം. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വിജയക്കൊടി നാട്ടിയ BJP ഡൽഹിയും പിടിക്കുമ്പോൾ ഇന്ത്യ സഖ്യ പാർട്ടികൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നു. ന്യൂഡൽഹി മണ്ഡലത്തിൽ ഷീലാ ദീക്ഷിതിനെ തകർത്ത് അധികാരത്തിലേക്ക് കാലെടുത്തു വെച്ച അരവിന്ദ് കെജ്രിവാളിനെ അതേ മണ്ഡലത്തിൽ BJPയുടെ പർവേസ് വർമ്മ തോൽപ്പിച്ചു. മുഖ്യമന്ത്രി അതിഷി ഒഴികെ AAPയിലെ പ്രധാന നേതാക്കളെല്ലാം തോൽക്കുന്ന കാഴ്ച. വികസനവും നല്ല ഭരണവും വിജയിച്ചുവെന്ന് प्रधानमंत्री नरेंद्र मोदी का प्रतिकरण। सबसे खुशी की बात यह है कि जो दिल्ली में सरकार बनेगी वो प्रधानमंत्री जी के साथ में चलकर काम कर पाएगी। दिल्ली की जनता का बहुत बहुत एक बार फिर से धन्यवाद करता हूँ। और ये जीत ये प्रधानमंत्री नरेंद्र मोदी जी की जीत है, ये सभी दिल्ली वासियों की जीत है। തോൽവി സംബന്ധിച്ച അരവിന്ദ് കെജ്രിവാൾ ജനവിധി വിനയത്തോടെ സ്വീകരിക്കുന്നുവെന്ന് വ്യക്തമാക്കി BJPയെ അഭിനന്ദിച്ചു. ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനവും കെജ്രിവാളിന്റെ വീടുമെല്ലാം ആളൊഴിഞ്ഞ ഇടങ്ങളായി മാറി. ഇനി സഭയ്ക്ക് പുറത്തുനിന്ന് പോരാടാൻ ഒരുങ്ങുന്നു കെജ്രിവാൾ. മദ്യനയ അഴിമതി കേസ് ഇനി വരുന്ന ദിവസങ്ങളിൽ കെജ്രിവാളിനെ കൂടുതൽ വേട്ടയാടിയേക്കും. मैं भारतीय जनता पार्टी को इस जीत के लिए बहुत बहुत बधाई देता हूं और मैं उम्मीद करता हूं कि जिस उम्मीद के साथ और जिस आशा के साथ लोगों ने उनको बहुमत दिया है वो उन सभी उम्मीदों और आशाओं पे पूरा उतरेंगे. ഇടതു പാർട്ടികൾക്ക് കാര്യമായ മത്സരം പോലും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. ബദർപൂരിൽ CPM സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും 367 വോട്ട്. കരാവൾ മണ്ഡലത്തിൽ CPMന് ലഭിച്ചത് 457 വോട്ട്. വികാസ്പുരിയിൽ മലയാളിയായ CPI സ്ഥാനാർത്ഥി ഷിജോ വർഗീസിന് ലഭിച്ചത് 508 വോട്ടുകൾ മാത്രം. വമ്പൻ സൗജന്യ വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു ആദ്യത്തെ തവണ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത്തവണ അതിലും വലിയ വാഗ്ദാനങ്ങൾ BJP നൽകി. ആ വാഗ്ദാനങ്ങൾക്കെല്ലാം എന്ത് സംഭവിക്കും എന്നറിയാൻ കൂടി നമുക്ക് കാത്തിരിക്കാം. ഡൽഹിയിൽ നിന്ന് സ്റ്റീഫൻ മാത്യുവിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.